സർവീസ് പരീക്ഷയിൽ മലയാളി തിളക്കം. അഭിമാനമായി അജയ് ആർ രാജിന്റെ 109-ാം റാങ്ക്. നേട്ടം കാഴ്ച പരിമിതിയെ അതിജീവിച്ച് 18-ാം റാങ്കിൽ തിളങ്ങി എസ് ശ്രുതി. 57-ഉം 271-ാം റാങ്കും മലയാളികൾക്ക്. മമ്മൂട്ടി മോഹൻലാൽ ചിത്രം പേട്രിയറ്റിന് തിയേറ്ററുകളിൽ വിലക്ക്. നിർമ്മാണ വിതരണ വിഹിതം കൂട്ടിച്ചോദിച്ചതിനാണ് വിലക്ക്. ചിത്രവുമായി കരാർ വെക്കരുതെന്ന് തിയേറ്ററുകൾക്ക് ഫിയോക്കിന്റെ നിർദ്ദേശം. ട്രംപിനെ തള്ളി ഇറാൻ. വേണ്ടി വന്നാൽ നീണ്ട യുദ്ധത്തിന് തയ്യാർ. ആക്രമണം അടുത്ത ഘട്ടത്തിലെന്ന് ഇസ്രായേൽ മിലിറ്ററി ചീഫ്. ഇറാനുമായി കരയുദ്ധത്തിനില്ലെന്നും ഇനി ലക്ഷ്യം ക്യൂബയെന്നും US പ്രസിഡന്റ്. ലെബനനിൽ ഇസ്രായേലിന്റെ ബോംബാക്രമണം. ഇറാനിൽ നിന്ന് നയതന്ത്ര ഉദ്യോഗസ്ഥരെ പിൻവലിച്ച അസർബൈജാൻ. യുദ്ധത്തിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. ഹോർമുസ് കടലിടുക്കിലെ സാഹചര്യം അതീവ ഗുരുതരം. ഇന്ധന നീക്കം തടസ്സപ്പെടുമെന്നും രാജ്നാഥ് സിംഗ്. റഷ്യൻ എണ്ണ വാങ്ങാൻ ഇന്ത്യക്ക് 1 മാസത്തെ ഇളവ് നൽകി അമേരിക്ക. 14 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ ഉടനെത്തും. കേരളത്തിൽ പാചകവാതക ക്ഷാമത്തിന് സാധ്യത. വാണിജ്യ സിലിണ്ടറുകൾ ഫില്ല് ചെയ്യുന്നത് നിർത്തി കമ്പനികൾ. വയനാട് തുരങ്കപാത പദ്ധതിക്ക് തുടക്കം. ഫസ്റ്റ് ബ്ലാസ്റ്റ് സ്വിച്ച് ഓൺ ചെയ്ത് മുഖ്യമന്ത്രി. 2 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാകുമെന്ന് പ്രതീക്ഷ. താമരശ്ശേരി ചുരം ഒഴിവാക്കി 35 കിലോമീറ്റർ യാത്രാദൂരം ലഭിക്കാം. ചിരകാല സ്വപ്നത്തിന് ഇനി ബ്ലാസ്റ്റിംഗ് വേഗതയെന്ന് മുഖ്യമന്ത്രി. PK ശശിക്കെതിരെ CPM ജില്ലാ നേതാക്കൾ. വ്യക്തി അധിക്ഷേപത്തിൽ നിയമ നടപടിയെന്ന് EN സുരേഷ് ബാബു. തീവ്രത അളക്കാൻ UDF നേതാക്കളോട് CPM ജില്ലാ സെക്രട്ടറി. G സുധാകരനെ അനുനയിപ്പിക്കാനും ശ്രമം. വഴങ്ങാതെ സുധാകരൻ. ജാസ്ലിയയുടെ അപകട മരണത്തിൽ ഒളിവിലായിരുന്ന പ്രതി ഡോക്ടർ സിറിയക് ജോർജ് പിടിയിലായത് വാഗമണിൽ നിന്ന്. കാസർഗോഡ് നാൽത്തടുക്ക സ്വദേശിനി ജസീലയുടെ ആത്മഹത്യയിൽ ആൺ സുഹൃത്തിന്റെ മാതാവ് അറസ്റ്റിൽ.